ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ വിട്ടേക്കുക. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിംഗ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്, നിങ്ങളെക്കുറിച്ച് ഇപ്പോഴുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണ്, നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സണുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു സമയത്ത് ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങളെക്കുറിച്ച് ഉള്ള ഒരു കാഴ്ചപ്പാട് എന്താണ്, അവരെന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു കാഴ്ചപ്പാട് എന്താണ്. ഓക്കെ, ദ ഹെർമിറ്റ് കാർഡാണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പോൾ നമ്മളിവിടെ നോക്കുമ്പോൾ ഈ ഒരു പ്രസന്റ് ടൈമിൽ നിങ്ങളൊരു നോ കോണ്ടാക്റ്റിലാണ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിലാണ്. കുറേ നാളുകളായിട്ട് നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥ തന്നെയാണ് പ്രസന്റ് ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ. അപ്പോൾ ആ ഒരു എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നത് പ്രസന്റ്ലി. ഓക്കെ, ഇവിടെ ഈ വ്യക്തി നിങ്ങളോട് പ്രണയം പറഞ്ഞ സമയത്ത് ഇവരല്ലാതെ മറ്റൊരു വ്യക്തി നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ട് ഈ ലോകത്ത് വേറെ ഉണ്ടായിരിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും. അത്തരത്തിലുള്ള ഒരു സ്നേഹബന്ധമായിരിക്കാം നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടുണ്ടാകും. കുറേ കാലം നിങ്ങൾ അങ്ങനെയാണ് പോയിട്ടുള്ളത് എന്ന് തന്നെ വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ. അതായത് നമ്മൾ ഈ ശരിക്കും പറഞ്ഞാൽ മേഡ് ഫോർ ഈച്ച് അതറാണ്. അയ്യോ അവരെ കണ്ടു പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ അവരെ കാണാൻ എന്ത് രസം, അവർ എന്തൊരു യോജിപ്പോടെ പോകുന്നത്, അങ്ങനെയൊക്കെ നമ്മൾ പറയില്ല ചില പേഴ്സിനൊക്കെ കാണുമ്പോൾ. അപ്പോൾ റിലേഷൻഷിപ്പിലുള്ളവരൊക്കെ ഇങ്ങനെ പോകുകയും വരികയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറില്ല. ആ ഒരു രീതിയിൽ പോയിരുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടാകാം. എന്നിലേക്ക് ഈ വ്യക്തി വന്നു ചേർന്നത് ഒരു ദൈവനിയോഗമാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സോൾമേറ്റ് കണക്ഷനോ അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് കണക്ഷനോ ഇതിനെക്കുറിച്ചൊന്നും അറിവുണ്ടായിരുന്നില്ലായിരിക്കും ആ സമയത്ത്. എങ്കിലും നിങ്ങൾക്ക് മറ്റാരോടും തോന്നാത്ത ഒരു പ്രത്യേക അടുപ്പം എന്തുകൊണ്ട് ഈ വ്യക്തിയോട് തോന്നുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അതേ രീതിയിൽ തന്നെ അവരും ചിന്തിച്ചിട്ടുണ്ടാകാം. അതായത് നിങ്ങൾ അവരിലേക്ക് ഒരു പൂർണ്ണമായിട്ടും സറണ്ടർ ചെയ്തതുപോലെയുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിന്റെ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ എങ്ങനെ, തുടക്ക സമയത്തൊക്കെ എങ്ങനെയായിരുന്നു എന്നും നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് ഒന്ന് കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ എല്ലാ റിലേഷൻഷിപ്പും സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒന്നും തന്നെ ഈ ഒരു ഫീലിങ്സ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഇല്ല. കാരണം പല റിലേഷൻഷിപ്പിലും നമ്മൾ വന്നു കഴിയുമ്പോൾ അവിടെ അവർ തമ്മിലൊരു പ്രണയമാണെങ്കിൽ പോലും റിലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും എന്തോ ഒരു മിസ്സിങ്, അല്ലെങ്കിൽ ഈ വ്യക്തി എനിക്ക് ശരിയാവില്ലല്ലോ, അല്ലെങ്കിൽ ഇവരെന്നെ ചതിച്ചിട്ട് പോകുമോ, ഇവർക്ക് എന്തൊക്കെയോ ഒരു പ്രോബ്ലംസ് ഉണ്ടല്ലോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തുടക്കത്തിലേ മനസ്സിലാകും. അവർ ഭയങ്കര ദേഷ്യക്കാരാണല്ലോ എന്നുള്ളതൊക്കെ. പക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ ഒരു എക്സൈറ്റ്മെന്റ് ഈ റിലേഷൻഷിപ്പിൽ വരാനും അത് തുടർന്ന് കൊണ്ടുപോകാനും ഒക്കെ കാണിച്ചത് ഈ ഒരു വ്യക്തിയാണ് എന്നുള്ളതാണ്. അതാണ് നമുക്കിവിടെ ഈ കാർഡുകളിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അപ്പൊ അവരുടെ മനസ്സിൽ ഇതിനേക്കാളും വലുത് എനിക്കിനി കിട്ടാനില്ല എന്നൊരു തോന്നലായിരുന്നിരിക്കാം ആ ഒരു സമയത്ത്. തീർച്ചയായിട്ടും ആദ്യകാലത്ത് അത്തരത്തെ തോന്നലുകളാണ് ആ വ്യക്തിക്ക് ഉണ്ടായത് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളും ഇതിനപ്പുറം എന്നെ ആർക്കും ഇനി സ്നേഹിക്കാൻ പറ്റില്ല, ഈ വ്യക്തിക്ക് മാത്രമാണ് എന്നെ ഇത്രയും സ്നേഹിക്കാൻ പറ്റുള്ളൂ, ഇതിനപ്പുറത്തേക്ക് ആർക്കും എന്നെ ഇതുപോലെ സ്നേഹിക്കാൻ കഴിയില്ല. ഇതായിരുന്നു ഏറ്റവും ഒരു എക്സ്ട്രീം ലെവലിൽ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെ തന്നെയായിരുന്നു. എക്സ്ട്രീം ലെവലിലുള്ള സ്നേഹമാണ് നിങ്ങൾക്ക് കിട്ടിയിരുന്നത് എന്നാണ് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ
ആ ഒരു ഫീലിങ്സ് ഒക്കെയാണ് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും തോന്നിക്കൊണ്ടിരുന്നത്. മേ ബി ആ ഒരു സമയത്ത് നിങ്ങൾ ഈ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാനായിട്ട് തീരുമാനിച്ച് ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും അത് ശരിയാവില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനിച്ചാൽ പോലും അവർ നിങ്ങളെ വിടില്ലായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഈ ഒരു ചിലപ്പോൾ ഈ ഒരു വ്യക്തി ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കൊരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ഫാമിലി ഉണ്ടായിരിക്കാം. എന്തായാലും ഇവിടെ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിന്റെ ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ പെട്ട ആൾക്കാരാണ് ഇതിനകത്തുള്ളതെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇത് വേണ്ട, ഇത് ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞ് അവരോട് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം, ഒക്കെ പറഞ്ഞിട്ടും ഉണ്ടാകാം. അപ്പം അവരായിരിക്കാം നിങ്ങളെ ആ ഒരു സമയത്ത് ഈ ഒരു റിലേഷൻഷിപ്പിൽ പിടിച്ചു നിർത്തിയിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും ഒരു സ്നേഹത്തോടെ നമ്മൾ വളരെയധികം സ്നേഹത്തോടെ നമ്മൾ അവരെ നമുക്കുള്ളതെല്ലാം കൊടുത്ത് സ്നേഹിച്ചു, ആ ഒരു രീതിയിൽ ഡീപ്പായിട്ട് സ്നേഹിച്ചു. ആ ഒരു സമയത്ത് ആർക്കാണെങ്കിലും ഒരു സഹിക്കാനായിട്ട് പറ്റില്ല നിങ്ങളെ പെട്ടെന്ന് തന്നെ അവർ ഇട്ടിട്ട് പോകുമ്പോൾ. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് ഒരു ഡിപ്രഷനിലേക്ക് വരെ ആളുകൾ പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട് ഇവിടെ. കാരണം ഈ ഒരു വ്യക്തി വളരെ ബോൾഡായിട്ട് നിന്ന് അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കി അവരുടെ എല്ലാ സാഹചര്യങ്ങളോടും പടപൊരുതി ജീവിച്ചു വരുമ്പോൾ, അതായത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ ജീവിച്ചു വരുമ്പോൾ ഇതുപോലെ ഇനി മുതൽ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ഞാനുണ്ട്, എന്നോട് നിനക്ക് പറയാം എന്നൊരു രീതിയിൽ ഒരു ഷോൾഡർ തന്നൊന്ന് താങ്ങി നിർത്തി നമ്മൾ ഒരു വിശ്വാസം പിടിച്ചു പറ്റി ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എത്ര ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നമ്മൾ പതിയെ ഒരു ഡിപ്പെൻഡ് ആകാനായിട്ട് തുടങ്ങും, ആ ഒരു പേഴ്സണിലേക്ക് ഡിപ്പെൻഡ് ആകാനായിട്ട് തുടങ്ങും. അതായത് പുതിയൊരു വ്യക്തി വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് ഒരാൾ കിട്ടിയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മളൊന്ന് ഡിപ്പെൻഡ് ആകും, വളരെ കോൺഫിഡൻസ് നമുക്ക് വരും, ഒക്കെ നമുക്ക് ഉണ്ടാകും. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് അതിലേക്ക് പോകും. അപ്പോൾ ഇങ്ങനെ വളരെയധികം സ്നേഹത്തിൽ ഒരു ഇമോഷനാണ് അവിടെ നടക്കുന്നത്, ഒരു ഇമോഷന്റെ വേലിയേറ്റം തന്നെ അവിടെ നടക്കും. എന്നിട്ട് നമ്മൾ അതിലേക്ക് ഡിപ്പെൻഡ് ആയി പോകും. അങ്ങനെ നമ്മൾ ഇവരാണേ ശരണം എന്നുള്ള രീതിയിലിരിക്കും. പക്ഷെ പെട്ടെന്നൊരു സമയം കഴിയുമ്പോൾ ഇവരുടെ മട്ടുഭാവം എല്ലാം അങ്ങ് മാറും. തീർച്ചയായിട്ടും ഇപ്പുറത്ത് നിൽക്കുന്ന ആളിന്, അതായത് വിക്റ്റിമായിട്ടുള്ള ആളിന് ഇത് സഹിക്കാനായിട്ട് വരുന്നില്ല. അവർ ഹൃദയം തകർന്നു പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. അവർ പെട്ടെന്ന് ഡിപ്രസ്ഡ് ആയി പോകും. അതായത് മിക്കപ്പോഴും സംഭവിക്കുക ഈ ഒരു റിലേഷൻഷിപ്പിലൊക്കെ ബ്രേക്കപ്പ് സിറ്റുവേഷൻ വരുമ്പോൾ അതാണ് സംഭവിക്കുക. അപ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, അതുപോലെ വളരെയധികം വിഷമഘട്ടങ്ങളിലൂടെ കടന്നു പോകും. ഏറ്റവും വലിയൊരു ഫീലിങ്സ് ആണ് ആ ഒരു മനസ്സിൽ കുത്തുന്ന ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ അതാണ്. ഇവരാണല്ലോ നമ്മളെ ഇതിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുവന്നത്, എന്നിട്ട് ഇവർ തന്നെ നമ്മളെ കളഞ്ഞിട്ട് പോവുകയാണല്ലോ, ഇതെന്താണ് ഇവിടെ നടക്കുന്നത് എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു വ്യക്തി, ഒരു വിക്റ്റിമായ ആളുടെ മനസ്സ് ആ ഒരു രീതിയിലൊക്കെയാണ് ചിന്തിക്കുക. അപ്പൊ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ കാണിച്ചതെന്ന് ഓർക്കുമ്പോൾ അവർക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കും. ആ ഒരു അവസ്ഥ നിങ്ങൾക്കും വന്നിട്ടുണ്ടാവും എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ആ ഒരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു എനർജീസ് തന്നെയാണ് നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു എനർജി നോക്കും, അവർക്ക് ഒരു ചോയ്സ് മാത്രമായിരുന്നു നിങ്ങൾ, അല്ലെങ്കിൽ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു നിങ്ങളെന്നാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വന്നതിന് ശേഷം അവർക്ക് കുറെ ഓപ്ഷൻസ് കിട്ടി, അതിലൊരു ഓപ്ഷൻ അവരെടുത്ത് അവർ പോയി. പക്ഷെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം, ബ്രേക്കപ്പും കഴിഞ്ഞതിന് ശേഷം കുറെ നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ അവർ ചിന്തിക്കുന്നത്, അതായത് ഇപ്പോൾ ഈ കറണ്ട് സമയത്ത് അവർ ചിന്തിക്കുന്നത് ഞാൻ ഈ ചെയ്തിട്ട് പോയത്, ഞാൻ ഈ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ തെറ്റായി പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട്. അവർക്ക് അതിൽ വിഷമമുണ്ട്. പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു ബുദ്ധിമുട്ടും വിഷമങ്ങളും എല്ലാം അനുഭവിച്ച ഒരു വ്യക്തിയാണ് നിങ്ങൾ. അതായത് നിങ്ങളാണ് സർവസ്വവും എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തിക്ക് വേറെ ചോയ്സ് വന്നപ്പോൾ നിങ്ങൾക്കൊരു വിലയും തരാതെ അവർ തന്നെ ഇങ്ങനെ നിങ്ങളെ ചവിട്ടി അരച്ച് നിലം പരിശാക്കി നിങ്ങളിൽ നിന്ന് കുറവും പറഞ്ഞ് നിങ്ങൾക്ക് തെറ്റുണ്ട്, കുറവുണ്ടെന്ന് പറഞ്ഞ് പുതിയൊരു സിറ്റുവേഷനിലേക്ക് പോയി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് ഇവർക്ക് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവരെല്ലാം കൊണ്ടുവന്ന് നിങ്ങളുടെ തലയിലിടും. അതായത് പഴിയൊക്കെ നിങ്ങളുടെ തലയിലായിരിക്കും, നിങ്ങളുടെ തലയിലേക്ക് പഴിയായിരുന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അവരെ സംശയമാണ്, നിങ്ങൾ ഒട്ടും ഫ്രീഡം കൊടുക്കാത്ത വ്യക്തികളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുണ്ടാക്കുക. ഇങ്ങനെ അത്രയും നാൾ നിങ്ങളെ കുറിച്ച് എന്തൊക്കെയോ അവർ പുകഴ്ത്തി പറഞ്ഞോ അത് മുഴുവനും നേരെ ഓപ്പോസിറ്റ് നിങ്ങളെ കുറിച്ച് പറയാനായിട്ട് അവർ ശ്രമിക്കും. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ക്യാരക്ടറുള്ള ഒരാളുടെ എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് അവര്
ഇതൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ആ വ്യക്തി അവരുടെ ഒരു സ്വന്തം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ മുഴുവൻ കൊടുക്കുകയും അവരുടെ സെൽഫ് കെയർ, അവരുടെ സെൽഫ് ലവ്, പിന്നീട് നിങ്ങൾക്ക് യാതൊരുവിധ പ്രാധാന്യം അവരുടെ ലൈഫിൽ അവർ തന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ലൈഫിൽ ഒരു ചെറിയ കാര്യം പോലും നിങ്ങളോട് ചോദിച്ചിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പൊ തിരിഞ്ഞു പോലും നോക്കാത്തൊരവസ്ഥ. ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ആദ്യ സമയത്തൊക്കെ നിങ്ങളോട് കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് വരെ ഇങ്ങനെ ചെയ്യട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളെ തീർത്തും അവഗണിക്കുന്ന ഒരവസ്ഥ. ഇവർക്ക് ഈ ഒരു മാറ്റം വന്നതിൽ പിന്നെ നിങ്ങൾക്ക് യാതൊരു പരിഗണനയും ഈ വ്യക്തി തരുന്നുണ്ടാവില്ല. മാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് അവരായിരുന്നല്ലോ. അവര് തന്നെയായിരുന്നു ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അതിലൊരു കൺട്രോൾ ഉണ്ട്. ആ ഒരു പവർ അവരുടെ കയ്യിലാണ്. അപ്പൊ കൺട്രോള് കാര്യങ്ങളൊക്കെ അവരുടെ കയ്യിലായതുകൊണ്ട് തന്നെ അവർക്ക് സൗകര്യമുള്ളപ്പോൾ ആ ഒരു ടൈമിലൊക്കെ അവർ വന്നിങ്ങനെ മിണ്ടും. അവർക്ക് മെസ്സേജ് അയക്കണം എന്ന് തോന്നുമ്പോൾ അവർ മെസ്സേജ് ഇടും. അവർക്ക് കാണാൻ തോന്നണമെന്ന സമയത്തൊക്കെ അവർ വരും. പക്ഷെ നിങ്ങൾ വിളിക്കുക, കാണുകയോ നിങ്ങൾക്ക് മെസ്സേജ് ഇടാനോ അതിന് റിപ്ലൈ തരാനൊന്നും അവർ തയ്യാറല്ല. ആ ഒരു രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെയാണ് ഉണ്ടാകാറുള്ളത് എന്നുള്ള രീതിയിലേക്കാണ് ഇത് പോയിട്ടുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ട്രോമ അത്രത്തോളം ഒരു സിവിയർ ആണ് എന്ന്, അല്ലെങ്കിൽ ആ ഒരു ട്രോമ ഇപ്പൊ നിങ്ങൾ ഫേസ് ചെയ്ത് കഴിഞ്ഞിരിക്കാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഒരു സ്റ്റാർ ആക്കി നിർത്തിയിരുന്ന ഒരാള് പെട്ടെന്ന് നമ്മളെ ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് കറിവേപ്പില പോലെ അങ്ങനെ എടുത്തു കളയുമ്പോൾ ഇവിടെ സഫർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തോന്നും, ഞാൻ ഒന്നിനും കൊള്ളാത്ത ആളാണോ, അല്ലെങ്കിൽ എനിക്ക് ഒരു കഴിവുമില്ലേ, അങ്ങനെയൊക്കെ ചിന്തിച്ച് അവർക്ക് പോലും ഒരു സെൽഫ് വാല്യൂ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തും. ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലും അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. നിങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലേ, എനിക്ക് ഒട്ടും കഴിവില്ലാത്തൊരു വ്യക്തിയാണോ, ഞാനൊരു മോശം വ്യക്തിയാണോ, ഇനി ഒരു സംശയരോഗിയാണോ, എന്റെ ഭാഗത്താണോ തെറ്റ്, ഇങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ്. ഈ ഒരു പേഴ്സണിൽ നിന്നുള്ള റെസ്പോണ്ട് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത്. അപ്പൊ ഞാൻ വേസ്റ്റ് ആയി പോയല്ലോ, എന്റെ ഇത്രയും സമയം വേസ്റ്റ് ആയി പോയല്ലോ എന്നൊക്കെ വരെ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് വളരെയധികം ടെൻസ്ഡ് ആവുകയും ഡിപ്രസ്ഡ് ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. അത്തരത്തിലുള്ള എനർജീസ് ആണ് നമുക്കിവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെ വളരെയധികം ഇങ്ങനെ മോശമായി ചിത്രീകരിച്ചതിന് ശേഷം ഒന്നിനും കൊള്ളാത്ത ആൾക്കാരായിട്ട് കണക്കാക്കി പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളോട് നേരിട്ട് പറഞ്ഞിട്ട് ഇവിടെ നിന്നും ഈ റിലേഷൻഷിപ്പിൽ നിന്നും പോയിട്ടുള്ള ഒരു വ്യക്തികളായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഈ ഒരു വ്യക്തിക്ക് മറ്റൊരു ചോയ്സ് കിട്ടി, അവർ ആ ഒരു ചോയ്സിലേക്ക് പോയി. പക്ഷെ അത് ശരിയായില്ല, ആ ഒരു ചോയ്സ് തെറ്റായിരുന്നുവെന്ന് അവരിപ്പോൾ തീർച്ചയായിട്ടും തിരിച്ചറിയുന്നുണ്ട്. അവർ നിങ്ങളോട് കാണിച്ചത് തെറ്റായി പോയി എന്നുള്ള എല്ലാ കാര്യങ്ങളും അവരിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ ലൈഫിന്റെ ഒരു പൂർണ്ണത അത് നിങ്ങളായിരുന്നു. അത് ഞാൻ നഷ്ടപ്പെടുത്തി കളഞ്ഞു, അതല്ലെങ്കിൽ നഷ്ടപ്പെടുത്തി കളയരുതായിരുന്നു എന്ന് അവര് ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. അതിനെക്കുറിച്ച് ഓർത്ത് അവര് വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്, വളരെയധികം കുറ്റബോധമുണ്ട് അവർക്ക്. അതുപോലെ തന്നെ അവരിപ്പോ ഉള്ളത് ഏത് സിറ്റുവേഷൻ ആണോ അല്ലെങ്കിൽ ആരുടെ ഒപ്പമാണോ അവിടെ അവർക്ക് അവരുടെ ഇമോഷൻസ് ഒന്നും കാണിക്കാനായിട്ട് പറ്റുന്നില്ല. മിക്കവാറും ഈ വ്യക്തി ഒരു ഫാമിലി മാൻ ആകാനാണ് ചാൻസ്. ഇപ്പൊ വിവാഹം കഴിച്ചിട്ടുള്ള ഫാമിലിയുള്ള കുട്ടികളുള്ള ഒരു വ്യക്തിയായിരിക്കാം. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഇനി എന്ത് ചെയ്താലാണ് ഇതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട് പറ്റുക എന്നൊക്കെ ചിന്തിക്കുന്ന എനർജീസ് ഒക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്തുണ്ടായിരുന്നപ്പോൾ അവര് എത്രമാത്രം ഒരു ലൈഫ് ആസ്വദിച്ചിരുന്നു, എത്രമാത്രം സന്തോഷത്തിലായിരുന്നു, അതൊക്കെ അവരിപ്പോ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പൊ നിൽക്കുന്ന സ്ഥലത്ത് അവരുടെ പല ആഗ്രഹങ്ങളും ഇമോഷൻസും എല്ലാം ഉള്ളിൽ ഒതുക്കി വെച്ചേ പറ്റുകയുള്ളൂ എന്നൊരവസ്ഥയിലാണ് അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും അതുപോലെ ഉണ്ട്, ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട് അവരെ. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഉള്ള സിറ്റുവേഷൻ എങ്ങനെ ഒന്ന് ഓവർകം ചെയ്ത് നിങ്ങളിലേക്ക് വരാനായിട്ട് പറ്റും എന്നുള്ളൊരു ആലോചനയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നാണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോ പഴയതുപോലെ ഒന്നുമല്ല. നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ ആവശ്യമില്ല എന്ന് അവർക്കും മനസ്സിലാവുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിയ എനർജീസ് ആണ് കിട്ടുന്നത്. നിങ്ങൾ ഒരു സെൽഫ് ലവ് ഒക്കെ ചെയ്ത് നിങ്ങൾ ആ ഒരു വിഷമങ്ങളൊക്കെ കടന്നുപോയി നിങ്ങളിപ്പോൾ ഒരു നല്ല ജീവിതത്തിന് ഒരു ബാലൻസ് വന്നു, സ്പിരിച്വലി നിങ്ങൾ ഒത്തിരി അവേക്കൻഡ് ആയി, എല്ലാമായി. അപ്പൊ നിങ്ങളിപ്പോ പഴയതുപോലെ ഒന്നുമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ അവരുടെ ആവശ്യമൊന്നും ഇല്ല എന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. പാസ്റ്റില് ഇവരില്ലാതെ നിങ്ങൾക്ക് പറ്റില്ല എന്നൊരു തോന്നല് അവർക്കും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ നിങ്ങൾക്കും ഉണ്ടായിരുന്നു. ഈ ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, മുന്നോട്ടേക്ക് ഞാൻ എങ്ങനെ പോകും എന്ന് നിങ്ങളും ചിന്തിച്ചിരുന്നു. ആ ഒരു എനർജീസ് ആണ് നമുക്ക് കിട്ടുന്നത്. ആ ഒരു പേഴ്സണും അറിയാമായിരുന്നത്. അപ്പൊ ആ ഒരു അവരില്ലെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ
ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് സത്യം പറഞ്ഞാൽ ഉള്ളുകൊണ്ട് വിഷമിക്കുന്നുണ്ടെങ്കിലും അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ഈ വ്യക്തികള് ഇല്ലാതെ ജീവിക്കാമെന്നും ഒക്കെ ജീവിച്ച് കാണിച്ചു കൊടുക്കണമെന്നും തൻ്റെ ഇടത്തോടെ മുന്നോട്ട് പോകണമെന്നും ഒക്കെ ചിന്തിച്ച് അങ്ങനെ ഓവർകം ചെയ്ത് കയറി വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തികളാണ് നമുക്കിവിടെ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ എന്നാണ് കിട്ടുന്നത്. പുറമേ നിന്ന് നോക്കിയാൽ നിങ്ങളെ കാണുമ്പോൾ നിങ്ങൾ വളരെ ഹാപ്പിയാണ് എന്ന രീതിയിൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ ഉള്ളിൽ ഒതുക്കുന്ന വ്യക്തികളാണ് എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട്. സിംഗിൾ ആണെങ്കിലും നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നു. അതൊക്കെ അവിടെ ഈ ഒരു പേഴ്സൺ വളരെയധികം കൺഫ്യൂസ് ആക്കുന്നുണ്ട്, അവരെ വിഷമിപ്പിക്കുന്നുണ്ട്. അയ്യോ, ഞാൻ ഇട്ടിട്ട് പോന്നിട്ട് ഇവളെങ്ങനെ ഇങ്ങനെ പച്ച പിടിച്ച് തപ്പി പിടിച്ച് കയറിപ്പോന്ന ഈ ലെവലിൽ എത്തി എന്നൊക്കെ ഒരു പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ഇപ്പോൾ അമ്മളി പറ്റിയ ഒരവസ്ഥയിലാണ്. ഇപ്പൊ നിങ്ങളിലേക്ക് വരാനും പറ്റില്ല, ഇപ്പൊ ചെന്ന ഒരു സ്ഥലത്ത് നിൽക്കാനും പറ്റില്ല, ആ ഒരു അവസ്ഥയിലാണ്. നിങ്ങളിലേക്ക് വരാനായിട്ട് ഓടി വരാനായിട്ട് അവർ ആഗ്രഹിക്കുന്ന എനർജീസ് നമുക്ക് കാണുന്നുണ്ട്. അപ്പോൾ എപ്പോഴും പാസ്റ്റിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ പേഴ്സൺ. പാസ്റ്റിൽ ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്ന കാര്യങ്ങളെങ്കിൽ ഇങ്ങനെയൊന്നും ഞാൻ ചെയ്യേണ്ടിയിരുന്നില്ല, ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ ഓർത്ത് അവർ കുറ്റബോധം അവർക്കുണ്ട്. അവരുടെ മനസ്സിലിപ്പോൾ ഒരു നല്ല സ്നേഹം തന്നെയാണ് നിങ്ങളോട് ഉള്ളത്. അങ്ങനെ ഒരു എനർജിയാണ് നമുക്ക് ലാസ്റ്റ് കിട്ടുന്നത്. നല്ലൊരു സ്നേഹം തന്നെയാണ് ഇപ്പോഴും അവർക്ക് നിങ്ങളോട് ഉള്ളത് എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസും കൂടെ എടുത്ത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ലോട്ട്സ് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, ഒത്തിരി ഫ്രണ്ട്സ് ഉള്ള ആളുകളായിരിക്കാം നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ. മോൾ ഓൺ റൈറ്റ് ഹാൻഡ്. റൈറ്റ് ഹാൻഡിൽ മറുകളുള്ള വ്യക്തികളാകാനുള്ള ചാൻസ് ഉണ്ട്. സോറി, 1984 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്. യു ക്യാൻ ട്രസ്റ്റ്. നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ലെറ്റർ എം. പെറ്റ് ലവേഴ്സ്. ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ്. ഈ ഒരു സമയത്ത് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്നുണ്ടാകാം. ചോക്ലേറ്റ് ലവർ. 1990 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നു. ലെറ്റർ യു. ടുഡേ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. അതുപോലെ ഗെയിമിംഗ്. ജൂൺ മന്ത്. നമ്പർ 22. encourages you. സെൻസ് ഓഫ് ഹ്യൂമർ. സെൻസ് ഓഫ് ഹ്യൂമർ ഉള്ള വ്യക്തികളാകാൻ ചാൻസ് ഉണ്ട്. ക്രേസ് ഓൺ വെഹിക്കിൾസ്. ടാറ്റു ആർട്ട്. ഫെബ്രുവരി മന്ത്. ഡ്രൈവർ. 2005. number 39. number 48. number 43. teacher. yes possible. 2 months. today. number 42. red color. letter K. spiritual path. 1988. 1994. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.